ഇന്നലെയായിരുന്നു ലൂർദ് ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി സ്വർണ്ണകിരീടം സമർപ്പിച്ചത്. എന്നാൽ ഒരു അപശകുനം പോലെ എന്ന് വേണമെങ്കിൽ പറയാം, സ്വർണ്ണകിരീടം താഴെ വീണ് പൊട്ടിയതിൽ ഇപ്പോൾ പരിഹാസവുമായി സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയാണ്. ഒരുപാട് പേർ പറയുന്നത് ഇതൊരു അപശകനമായി പോയി എന്ന്. കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബം പ്രാർത്ഥിക്കുന്നതിനിടെയാണ് താഴെ വീണ് മുകൾ ഭാഗം വേർപെട്ടത്. ഏകദേശം 5 പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ കുടുംബസമേതമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേരത്തെ നേർച്ചയുണ്ടായിരുന്നെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത് കിരീടം താഴെ വീണതോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ പരിഹാസങ്ങളാണ്. അതായത് BJP നേതാവിന്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞു എന്ന തരത്തിൽ ഒരു സൈഡ് പരിഹാസം, വേറൊരു തരത്തിലാവട്ടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ മത്സരത്തിന് ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള നാടകമാണ് ഇതെന്നാണ് മറ്റൊരു പരിഹാസം. ഇതെല്ലാത്തിനും അപ്പുറം സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിലോ വളർന്ന നാട്ടിലോ പുണ്യാളന്മാർക്കൊന്നും സ്വർണ്ണ കിരീടം ചേരില്ലേ എന്നുള്ള ചോദ്യങ്ങളും വേറെ. ഇങ്ങനെ ഒരുപാട് പരിഹാസങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണ കിരീടം താഴെ വീണ് പൊട്ടിയതിനെ തുടർന്ന് സുരേഷ് ഗോപി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ഇതൊരു അപശകനമായി കാണണ്ടെന്നും നേരെ വണ്ണം വച്ചില്ലെങ്കിൽ തറയെ വീഴും എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിലും ഇപ്പോൾ കമന്റുകൾ നിറയുകയാണ്.